Hello, my name is Andama. I'm 25 and I went for my first solo international trip to Thailand. എനിക്കിന്ന് നിങ്ങളുടെ അടുത്തൊരു കഥ പറയാനുണ്ട്. വെറും കഥയല്ല, എന്റെ പേഴ്സ് നഷ്ടപ്പെട്ടു പോയതിന്റെ കഥ. അതും തായ്ലൻഡിലെ ഒരു കുഞ്ഞി ഐലൻഡില്. സോളോ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഉള്ള കാര്യം പറയാലോ, ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് വൻ കഷ്ടപ്പാടായിരുന്നു. അങ്ങനെ ഫെറിയിൽ ഉണ്ടായിരുന്ന കോ പാസഞ്ചേഴ്സിനെ കൊണ്ട് ഫോട്ടോസും വീഡിയോസും എടുത്തു പോകുന്ന സമയത്താണ് ഈ ഒരു മലയാളി ഗ്രൂപ്പിന്റെ അടുത്തേക്ക് വന്നത്. ഓൾ ദ വേ ഫ്രം തിരുവനന്തപുരം. അങ്ങനെ നമ്മൾ കമ്പനി അടിച്ച് ഓരോ ഐലൻഡ്സ് ഒക്കെ വിസിറ്റ് ചെയ്ത് അവസാനം കായ് ഐലൻഡിൽ എത്തിയപ്പോഴാണ് നമ്മുടെ സാധനം കാണുന്നില്ല. നമുക്ക് ഈ നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവുമല്ലോ, എന്തോ ചീത്ത സംഭവിക്കും, ഇതിങ്ങനെയല്ലല്ലോ, ഇത്രയും പെർഫെക്റ്റ് ആവരുതല്ലോ എന്ന് വിചാരിക്കുമല്ലോ. ബാഗിന്റെ അകത്ത് പേഴ്സ് കാണാനില്ല. പേഴ്സിന്റെ അകത്ത് 10,000 തായ്ബാത്തും ആധാർ കാർഡും ലൈസൻസും തുടങ്ങിയ വേണ്ട എല്ലാ സാധനങ്ങളും അതിന്റെ അകത്താ. അപ്പൊ ഗൈഡ് വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ഫിഫി ഐലാൻഡ്. ഓക്കേ, ലിറ്ററലി എന്റെ പേഴ്സ് ഫിഫി ഐലൻഡിൽ ഇരിക്കുക. അങ്ങനെ ഗൈഡിന്റെ കൈയും കാലും പിടിക്കുന്നു, തിരിച്ച് ഫെറി ഉണ്ടോന്ന് അന്വേഷിക്കുന്നു. പക്ഷെ ഒന്നും നടപടിയാവുന്നില്ല. പിന്നെ അങ്ങോട്ടേക്ക് ഒരു ഇരിപ്പായിരുന്നു. ഏജൻസിനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, അന്ന ഒന്നും കൊണ്ട് പേടിക്കേണ്ട, സാധനം നമ്മൾ ഗൈഡിനെ വിട്ട് ഇടിപ്പിച്ചിരിക്കും. പക്ഷെ പ്രശ്നം അതല്ല കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല, വിശന്നിട്ട് കണ്ണ് കാണുന്നുമില്ല. എന്തോ ദൈവഭാഗ്യത്തിന് പെട്ടിയുടെ അകത്തൊരു 100 തായ്ബാത്ത് ഇരിപ്പുണ്ടായിരുന്നു. അതും എടുത്തുകൊണ്ട് നേരെ ഞാൻ ഓൾഡ് ടൗണിലേക്ക് വിട്ടു. തൽക്കാലത്തേക്ക് പിടിച്ചു നിൽക്കാൻ ഒരു 1000 തായ്ബാത്ത് ഇവര് തന്നു. അങ്ങനെ ടാറ്റ ബൈബൈ ഒക്കെ പറഞ്ഞു പിരിഞ്ഞു. പക്ഷെ പിന്നെയാണ് അങ്ങോട്ട് പണി തുടങ്ങിയത്. പേഴ്സ് കിട്ടില്ലെന്നുള്ളത് മാത്രമല്ല, തിരിച്ച് റൂമിലേക്ക് എത്തിയപ്പോ പനിയും ഫുഡ് ഇൻഫെക്ഷനും ആയി. ഈ ഇടിവെട്ടിയവന്റെ മേത്തേക്ക് പാമ്പ് കടിക്കാന്ന് കേട്ടിട്ടുണ്ടോ? ആ ഒരു അവസ്ഥയാണ് ഇപ്പൊ എനിക്ക്. നാളെ ഞാൻ വെളുപ്പിനെ പട്ടി ചന്തയ്ക്ക് പോകുന്ന പോലെ ഞാൻ നേരെ ഫെറി എടുത്ത് ഫിഫി ഐലൻഡിൽ പോയിട്ട് ആ പേഴ്സിന് വേണ്ടി ചോദിക്കണം. കിട്ടൂല്ല എന്നുള്ളത് ദൈവത്തിനറിയാം, കിട്ടുമെന്നാണ് എന്റെ പ്രതീക്ഷ. അങ്ങനെ വെളുപ്പിനെ തന്നെ പനിയും വെച്ചുകൊണ്ട് നമ്മൾ നേരെ ഫുക്കറ്റിൽ നിന്നും ഫിഫിയിലേക്ക്. പിന്നെ കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നത് അങ്ങോട്ടേക്കുള്ള വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ ട്രോളി ഭാഗം വലിച്ചുകൊണ്ട് 10 മിനിറ്റ് നടപ്പ് ടു പോലീസ് സ്റ്റേഷൻ. അങ്ങനെ ഫിഫി പോലീസ് സ്റ്റേഷൻ എത്തുന്നു. ഒരു 20 മിനിറ്റത്തെ കാത്തിരിപ്പിനൊടുവിൽ സാധനം കയ്യിലേക്ക് കിട്ടുന്നു സുഹൃത്തുക്കളെ. ബൈ ദ വേ, പുള്ളിയാട്ടോ എന്റെ പേഴ്സ് കണ്ടുപിടിച്ചത്. പേഴ്സ് കിട്ടിയപ്പോൾ ഉണ്ടായിരുന്ന പനിയും മേലുവേനും പോയെന്നുള്ളത് മാത്രമല്ല, എന്തെന്നില്ലാത്തൊരാശ്വാസം. പിന്നെ എടുത്തു പറയേണ്ടത് ഒരു നോട്ട് പോലും പോയിട്ടില്ല എന്നുള്ളതാണ്. കാര്യം ഒരുപാട് ടെൻഷൻ അടിച്ചെങ്കിലും എന്തെങ്കിലും ഒരു പ്രോബ്ലം പറ്റുവാണെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉണ്ടെന്ന് മനസ്സിലായി. ആൻഡ് ഈവൻ നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും യു ആർ നോട്ട് റിയലി അലോൺ. യു ക്യാൻ ഓൾവേസ് ആസ്ക് ഫോർ ഹെൽപ്പ്. അപ്പൊ ബൈ.